ഈ അനുഗ്രഹിക്കപ്പെട്ട ശനിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മൂന്നാം മാസം 2025 മൂന്നാമത്തെ മാസം ഈ 15-ാം തീയതി വരെ ദൈവം നമ്മെ കാത്ത് പരിപാലിച്ചതിനായി സ്തോത്രം. ഒരാഴ്ച കൂടെ നമ്മെ വിട്ടുപോവുകയാണ്. എന്നാൽ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി നമ്മോട് കൂടെ ഇരിക്കുന്ന നല്ല ദൈവത്തിനായിട്ട് സ്തോത്രം. കൂടി വന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർക്കും മാതാപിതാക്കൾക്കും എല്ലാ വിശുദ്ധന്മാർക്കും യേശുവിന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു. നമുക്ക് ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ ഒന്നായി ദൈവസ്നേഹത്തിലായിരിക്കാൻ ദൈവം ഒരുക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയിലും പ്രാദേശിക ബന്ധങ്ങളിലും പ്രാദേശിക സഭകളിലുമെല്ലാം ഈ സ്നേഹബന്ധത്തിൽ നമുക്ക് തുടരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. സ്തോത്രം. നാം തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന കർത്താവ് നമുക്ക് തന്നിരിക്കുന്നല്ലോ. ശിഷ്യന്മാരോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അങ്ങനെ നമ്മുടെ പ്രാദേശിക സഭകളിലും പരസ്പരം സ്നേഹിച്ച് ലോകത്തിൽ നാം ക്രിസ്തു ശിഷ്യരെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7, 8, 9 വാക്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇന്നലെ നമ്മൾ ഏകദേശം അതിനൊരു ഉപസംഹാരം വരുത്തി. എന്നാൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുവാനുള്ള അവസരം ഇന്നലെ നമുക്കില്ലായിരുന്നത് കൊണ്ട് ഇന്ന് അതിന് അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലും ചോദ്യം അവശേഷിക്കുന്നെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിലെ ഈ കല്യാണ വസ്ത്രം ഇല്ലാതെ ഒരാൾ അകത്ത് കയറി, അങ്ങനെ അവിടെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു? അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അവിടെ സെക്യൂരിറ്റിയുടെ പരിശോധനയ്ക്ക് രാജാവ് നേരിട്ടാ വന്നത്. അത് വേറെ ആരെയും ഏൽപ്പിച്ചിരുന്നില്ല. വേലക്കാർക്കൊക്കെ ഉള്ളായിരുന്ന ഉത്തരവാദിത്വമോ അധികാരമോ എന്ന് പറയുന്നത് വിരുന്ന് വീട് അല്ലെങ്കിൽ വിരുന്നുശാല നിറയത്തക്കതുപോലെ വിരുന്നുകാരെ വിളിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ആ വിളി ഏൽപ്പിക്കപ്പെട്ടവർ നിവർത്തിച്ചു. വിളി കേട്ട് വന്നവരിലാണ് ഒരുത്തനെ വിവാഹ വസ്ത്രം ഇല്ലാതെ കണ്ടത്. വിളിക്കപ്പെടാതെ വന്നതല്ല, ക്ഷണിക്കപ്പെട്ടാണ് വന്നത്. ഈ ക്ഷണമാണ് സുവിശേഷം. ക്ഷണക്കത്ത് സുവിശേഷ സന്ദേശമാണ്. ആ സുവിശേഷം കേട്ടാണ് വന്നത്. അപ്പോൾ വിളിക്കപ്പെട്ട ആള് തന്നെയാണ്. അതുകൊണ്ട് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, വിളിക്കപ്പെട്ടവർ അനേകർ, പക്ഷേ
തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്ന് വെച്ചാൽ വിളി എല്ലാവർക്കും ഉണ്ട്. ഈ കൃപ എല്ലാവർക്കും ഉള്ളതാണ്. ആർക്കു വേണ്ടിയും പരിമിതപ്പെടുന്നില്ല. എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പൊ സുവിശേഷം അറിയിക്കുന്നവരാണ് ഇവിടെ വേലക്കാരായിട്ട് പറയുന്നത്. അവര് പോയി സുവിശേഷം അറിയിക്കുന്നു. നമ്മളും അതല്ലേ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ആരുമാകട്ടെ, എത്രയും കൊടും പാപിയുമാകട്ടെ, കടന്നു വരിക, കടന്നു വരിക. എനിക്ക് തോന്നുന്നു വർക്കിച്ചാനായിരുന്നോ കഴിഞ്ഞൊരു ദിവസം അദ്ദേഹം സംബന്ധിക്കാറുള്ള ജയിൽ മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, അത് ഞാൻ പുസ്തകത്തിൽ എവിടെ വായിച്ചാണ്, വർക്കിച്ചാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ. കർത്താവിനെ കുറിച്ച് ഈ ജയിലുകളിലുമൊക്കെ പോയാൽ കൂടുതലും പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും ക്ഷമയെക്കുറിച്ചും ഒക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കൊടും പാപിയായ മനുഷ്യൻ കൊലപാതകങ്ങളൊക്കെ ചെയ്ത് വളരെ വെറുക്കപ്പെട്ട ഒരു മനുഷ്യൻ മുമ്പോട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പറയുന്നത് സത്യമാണോ? എന്നോട് ക്ഷമിക്കുമോ? എന്നോട്? സുവിശേഷകൻ പറഞ്ഞു, അതെ. കർത്താവിന് ക്ഷമിക്കുവാൻ കഴിയാത്ത ഒരു പാപവുമില്ല. അപ്പൊ നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ വിളിച്ചു പറയുന്നത് ഇതാണല്ലോ, നിങ്ങൾ ആരും ആകട്ടെ, ജാതി, മതം, വർണ്ണം, വർഗം, ഭാഷ ഒന്നും വിഷയമല്ല. നിങ്ങളായിരിക്കുന്ന അതേ അവസ്ഥയിൽ ഇങ്ങ് പോരുക. ഇന്നലെ നമ്മൾ അതാണ് പറഞ്ഞത്. സ്തോത്രം. അപ്പം സുവിശേഷം അറിയിച്ചു. സുവിശേഷം കേട്ട് ഈ വ്യക്തികൾ വന്നു. അവിടെ ഈ പരിശോധന ഇല്ല, വിവാഹ വസ്ത്രമുണ്ടോ എന്ന്. ഇത് അവസാനം വിരുന്നിലേക്ക് വരുമ്പോഴാണ് ആ പരിശോധന രാജാവ് നേരിട്ടാണ് നടത്തുന്നത്. യേശു കർത്താവ് മത്തായി 13-ാം അധ്യായത്തിൽ പറഞ്ഞൊരു ഉപമ, പിളയുടെയും കളയുടെയും ഉപമയുണ്ട്. ദ പാരബിൾ ഓഫ് സീഡ് ആൻഡ് വീഡ്. വിളയും കളയും. വിതച്ചത് നല്ല വിത്താണ്. ഗുഡ് സീഡ് വാസ് സോൺ, but the enemy did sow some weeds. കളയുടെ വിത്തുകൾ ശത്രു വിതറി കിളിർത്തു കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. വേലക്കാരി എന്ന് ചോദിക്കുന്നു, അതങ്ങ് പറിച്ചു കളയട്ടെ. പക്ഷെ വേണ്ട, രണ്ടും കൊയ്ത്തോളം വളരട്ടെ. അപ്പം കൊയ്ത്തു വരെ ഈ രണ്ടു കൂട്ടരും എവിടെയുണ്ട്? നമ്മുടെ കൂട്ടത്തിലുണ്ട്, അല്ലെങ്കിൽ സഭയ്ക്കകത്തിലുണ്ട്. ആ കൊയ്ത്ത് സമയത്ത് മാത്രമേ ഇവ തമ്മിൽ വേർതിരിക്കപ്പെടുന്നുള്ളൂ. കളയും വിളയും തമ്മിൽ, അല്ലെങ്കിൽ കതിരും പതിരും തമ്മിൽ. The grain and the chaff, or the seed and the weed, these will be separated only at last. Till that moment, these things will grow together, will stay together. അപ്പൊ ഈ കല്യാണ വസ്ത്രമില്ലാതെ അകത്ത് വന്നു എന്ന് പറയുന്നത് അങ്ങ് സ്വർഗത്തിലെത്തി എന്നുള്ളതല്ല. അവിടേക്കുള്ള പരിശോധനയാണ് രാജാവ് നേരിട്ട് നടത്തിയതും വിരുന്നുശാലയിൽ നിന്ന്
അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടിട്ടും തള്ളപ്പെടുകയും ചെയ്തു പോയ സ്ഥിതി. ഇത് ഇന്നും നമ്മുടെ സഭകളിൽ നടക്കുന്നു. നാം ഇന്ന് കാണുന്ന പ്രാദേശിക സഭകളിലോ ദൃശ്യസഭകളിലോ ഈ രണ്ടു കൂട്ടരും ഉണ്ട്. കളയുമുണ്ട്, വിളയുമുണ്ട്. ഒരുപക്ഷെ നമുക്ക് ഇതിലേതാണ് നല്ല വിത്ത്, ഏതാണ് വീടായിട്ടുള്ള കളയായിട്ടുള്ളതെന്ന് തിരിച്ചറിയാൻ പ്രയാസം കാണും. എന്നാൽ രണ്ടും കൊയ്ത്തോളം നിൽക്കട്ടെ എന്നാണ് യജമാനൻ്റേത്. യജമാനൻ തന്നെ നേരിട്ട് അതിൽ ഇടപെട്ട്, അല്ലെങ്കിൽ രാജാവ് തന്നെ അതിൽ നേരിട്ട് ഇടപെട്ട് നിത്യതയ്ക്ക് മുമ്പ് തമ്മിൽ വേർതിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങ് സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് തള്ളിക്കളയുന്ന നിലയല്ല. അതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഏതൊരു പാപിക്കും സഭയിലേക്ക് വരാം, പക്ഷേ പാപിയായി തന്നെ തുടരാൻ അനുവാദമില്ല. എത്ര കൊടും പാപിക്കും ദൈവസന്നിധിയിലേക്ക് വരാം, പക്ഷേ അവൻ ദൈവസന്നിധിയിൽ വന്നനന്തരം അവനിൽ രൂപാന്തരം സംഭവിച്ചേ തീരൂ. രൂപാന്തരം സംഭവിക്കാതെ തുടരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ആ ഉപമയിൽ നമുക്ക് ലഭിക്കുന്ന പാഠം. പറഞ്ഞല്ലോ, അതിൻ്റെ പ്രധാന ഭാഗം യഹൂദന്മാരുമായിട്ടുള്ള ബന്ധത്തിലാണ്, യഹൂദ ജാതിയുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതിൻ്റെ രണ്ടാം ഭാഗത്തുള്ള അർത്ഥം നാമുമായിട്ടും ഉള്ള ബന്ധത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്കെടുക്കാം. വിളിക്കപ്പെട്ടു, നമ്മുടെ കഴുകലിന് വേണ്ടതെല്ലാം തന്നു. വാഷ്, അനോയിന്റ് ആൻഡ് വെയർ. ഇന്നലെ നമ്മൾ പറഞ്ഞ ആ റബ്ബനിക് സ്റ്റോറി, റബ്ബിമാര് പറയുന്ന കഥയിലെ 3 കാര്യങ്ങൾ. ആദ്യത്തെ രാജാവ് പറയുന്നത്, ഞാൻ വരുമ്പോഴേക്കും നിങ്ങൾ വാഷ് യുവേഴ്സെൽസ്, നിങ്ങൾ കഴുകണം, നിങ്ങൾ കുളിക്കണം. അനോയിന്റ് യുവേഴ്സെൽസ്, നിങ്ങളെ തന്നെ പൂഷണം, സുഗന്ധം പൂഷണം. ദെൻ വെയറിങ്, ഈ കല്യാണ വസ്ത്രം ധരിച്ച് നിങ്ങൾ വരണം, ഇത് ഉടുത്തോണ്ട് വരണം. ചിലരൊക്കെ വസ്ത്രമൊക്കെ മേടിച്ചു തരും, എന്നിട്ട് പറയും, ഇത് ഇട്ടോണ്ട് ഒരു ഫോട്ടോ അയച്ചു തരണേ. ദൂരെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇന്നതിന് വരുമ്പം ഇതിട്ടോണ്ട് വരണേ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, ഇപ്പൊ കല്യാണത്തിന് വിളിച്ചു. നമ്മുടെയൊക്കെ വീടുകളിലാണെങ്കിൽ ചെറുക്കൻ്റെ ആയാലും പെണ്ണിന്റെ ആയാലും കല്യാണം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങി കൊടുക്കാറുണ്ട്. കല്യാണം കഴിക്കുന്ന പെണ്ണല്ലെങ്കിൽ ചെറുക്കൻ വസ്ത്രം വാങ്ങി കൊടുക്കാറുണ്ട്. ആ വസ്ത്രം വീട്ടിൽ വെച്ചിട്ട് മറ്റൊരു വസ്ത്രം ധരിച്ചുകൊണ്ടല്ല അവർ വരുന്നത്. ആ വസ്ത്രം അവർക്ക് വാങ്ങിക്കൊടുത്തത് ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ കല്യാണത്തിൽ സംബന്ധിക്കാൻ. ചിലപ്പോൾ ആ വാങ്ങിക്കൊടുത്ത വസ്ത്രത്തെക്കാൾ നല്ല വസ്ത്രം വേറെ കാണും അവർക്ക്. അതിലൊന്ന് ധരിച്ചുകൊണ്ട് വന്നാൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ചെറുക്കൻ ചോദിക്കും, അതെന്താ ആന്റി, അങ്കിളെ, മോനെ, ആ വസ്ത്രം ധരിക്കാതെ വന്നത്? അതായിരുന്നല്ലോ ഈ കല്യാണത്തിനുള്ളത്. ഇതുപോലെ ഈ രാജാവ് തൻ്റെ മകന്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്ക് ധരിക്കാനുള്ള എല്ലാം നൽകി, കൽപ്പനയും കൊടുത്തു. പക്ഷേ അതിനെ എന്ത് ചെയ്തു? ഇയാള് അവഗണിച്ചു. അവഗണിക്കായിരുന്നു. ദാറ്റ് വാസ് എ ഡിസോണർ ടു ദ കിങ്. ആ രാജാവിനെ അനുസരിക്കാതിരുന്നു.
a disobedience to the king, a dishonor to the king, and therefore the king did not appreciate it. And he did not bear it actually, could not therefore forgive. അത് അനുസരണക്കേടും അനാദരവും ഒക്കെ ആയതുകൊണ്ട് രാജാവ് അത് അംഗീകരിച്ചില്ല. അതിനുള്ള സമയവും പ്രൊവിഷൻസും വേണ്ട എല്ലാ കരുതലുകളും നൽകി. ഇന്ന് നമുക്ക് നമ്മുടെ ആയുഷ്കാലത്ത് കർത്താവ് തരുന്ന എല്ലാം ഇതുപോലെ വിവാഹ വസ്ത്രം ധരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൂർണ്ണമായും അതിനു വേണ്ടി ഒരുങ്ങാനായിട്ടാണ്. അപ്പം അകത്ത് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? രാജാവിനോട് അനുസരണക്കേടും അനാദരവും കാണിക്കാം. അകത്തിരുന്നു കൊണ്ട് അനുസരണക്കേടും അനാദരവും കാണിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ നമുക്ക് തുടരാം, പക്ഷെ അവിടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പൊ മറ്റൊരാളല്ല അത് പരിശോധിക്കുന്നത്, രാജാവ് നേരിട്ടാണ്. അത് കൊയ്ത്ത് സമയത്താണ്. അതാണ് നാം അവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പരിശോധിച്ച് നീ കൊള്ളത്തവന പോ എന്നും പറഞ്ഞ് പോവുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ മാനസാന്തരത്തിന് പോലും അവസരം കിട്ടാതെ പോയേനെ. അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നും സഭയ്ക്കകത്തും ഇതുപോലെയുള്ള ഒത്തിരി പേര് ഉണ്ട് എന്നുള്ളതാണ് സത്യം. കല്യാണ വസ്ത്രമില്ലാത്തവര്, കളയായിട്ടുള്ളവര് ഒക്കെ സഭയ്ക്കകത്ത് ഇന്നും ഉണ്ട്. അത് ഈ പ്രാദേശിക ദൃശ്യമായ സഭയിൽ അവരെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, എങ്ങനെ ഇവൻ അകത്ത് കയറിപ്പറ്റിയെന്ന്. ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് അകത്ത് വന്നു, ക്ഷണിക്കപ്പെട്ടകത്ത് വന്നവന്. അപ്പോൾ കല്യാണ വസ്ത്രം ധരിച്ചിരിക്കുന്ന ബാക്കി എല്ലാവർക്കും നൽകപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ കരുതലുകളും ഇവനും നൽകപ്പെട്ടു. പക്ഷെ ഇവൻ അതിനെ അവഗണിച്ചു. അങ്ങനെയുള്ളവർ കർത്താവിന്റെ വരവിൽ തള്ളപ്പെടും 5 വർഷം. അതെ, രാജാവ് വന്ന് നോക്കിയപ്പോൾ തള്ളിക്കളഞ്ഞ പോലെ ആ വരവിലായിരിക്കും തള്ളി. ഓക്കെ, സഭയിൽ കാണും. പാസ്റ്ററായിട്ടും പ്രസിഡന്റായിട്ടും ഓവർസിയറായിട്ടും സൂപ്രണ്ടായിട്ടും നാഷണൽ ഇന്റർനാഷണൽ പ്രസിഡന്റായിട്ടും ബൈബിൾ ടീച്ചറായിട്ടും പ്രസംഗകനായിട്ടും പ്രവാചകനായിട്ടും സെക്രട്ടറി ആയിട്ടും കമ്മിറ്റി മെമ്പേഴ്സായിട്ടും ഒക്കെ സഭയ്ക്കകത്ത് കാണും. ഡയറക്ടർമാരായി, സ്പോൺസേഴ്സായി, രക്ഷാധികാരികൾ. വേറെ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പേറ്റനാക്കി വെക്കുമല്ലോ രക്ഷാധികാരി. അപ്പൊ ഇങ്ങനെയൊക്കെ സഭയ്ക്കകത്തുണ്ടാവരൊക്കെ. റിട്ടയർമെന്റിനും ട്രാൻസ്ഫറിനും ശവമടക്കിനും ഒക്കെ ഇവരെ കുറിച്ചൊക്കെ ഒത്തിരി വമ്പം കാര്യങ്ങളൊക്കെ പറയും, പുസ്തകങ്ങൾ എഴുതും. ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇതൊന്നും കൊണ്ട് കല്യാണ വസ്ത്രമുണ്ടെന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ ഗോതമ്പാണെന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ വിള നല്ല വിത്താണെന്നോ ഒന്നും ഗ്യാരണ്ടിയില്ല.
There may be chaff, maybe weeds, maybe without the robe of marriage, but still they can be in the organization, in the denomination, in the local church, in the ministry. They'll be very, very much active. There may be so many preachings or messages, photos, videos in social medias. Sometimes very many books must be written about such people. They may be in very high profile in organizations. All these are possible. But as 1 Corinthians 3:10-15, Paul says, that day the fire will determine. 1 Corinthians 3:10-15 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, ആ ദിവസം തീ തന്നെ തീരുമാനിക്കും. ഓരോരുത്തരും വർത്ത് ഓർ അൺവർത്ത്, ഓരോരുത്തരും എങ്ങനെയുള്ളവർ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, കർത്താവ് വരുന്നതിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടത്തിരിക്കുന്നത് വെളിച്ചത്താക്കി. നമ്മുടെ മനസ്സിന്റെ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആലോചനകളെ വെളിവാക്കും. അതാണ് ഭയാനകമായ ഒരു വിഷയം. അപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിക്കഴിയും. അതാണ് ഏറ്റവും ഭയാനകരമായത്. ഇന്ന് ന്യൂസിൽ കണ്ടു, കേരളത്തിൽ 8 മാസം പ്രായമായ ഒരു കുഞ്ഞ് വയറ്റിൽ വെച്ച് മരിച്ചുപോയി. മീൻസ് 8 months പ്രഗ്നൻസിയിൽ. അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ ചെയ്ത സ്കാൻ റിപ്പോർട്ടും പരിശോധിച്ച ഡോക്ടറും ഒന്നും നേരത്തെ വിഷയങ്ങൾ പറഞ്ഞില്ല. കുഞ്ഞിന്റെ കിഡ്നി, എനിക്ക് തോന്നുന്നു ലിവറ്, കിഡ്നി, കുടല്, ഇൻറ്റസ്റ്റൈൻ ഒക്കെ കൂടെ നെഞ്ചത്തായിരുന്നു. ഹാർട്ട് റൈറ്റ് സൈഡിലായിരുന്നു. ഈ 8 മാസമോ മറ്റോ ആയപ്പോഴാണ് ഇവിടെ ഒക്കത്തില്ല എന്നും പറഞ്ഞ് മറ്റ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിട്ടത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞത്, ഇത് 5 മാസത്തിന് മുമ്പായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പൊ 8 മാസമായി, കുഞ്ഞും മരിച്ചു. ഇനിയിപ്പോ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് എന്താ? ഒന്നും ചെയ്യാൻ ഒക്കാത്ത ഒരു സ്ഥിതി. കുഞ്ഞു മരിച്ചു. ഇന്ന് പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിച്ചതാണ്. ഇതുപോലെ എല്ലാം കഴിഞ്ഞു. പ്രവാചകൻ പറയുന്നത് പോലെ കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതില്ല. ഇനി ഒന്നും ചെയ്യാൻ ഒക്കാത്തൊരു സ്ഥിതി. അതിനാണ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കെ ആൾക്കാർ നമ്മളെക്കുറിച്ച് എത്ര നല്ലതായിട്ടൊക്കെ പറഞ്ഞാലും അതൊന്നും കേട്ട് ഇളകാതെ, ഇനി പ്രവാചകൻ തലയിൽ കൈവച്ചിട്ട് ദൈവം തന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു മകനെ എന്നൊക്കെ പറഞ്ഞാൽ
നമ്മൾ മാറിയിരുന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ഒന്ന് കണ്ട് വിലയിരുത്തി ദൈവം നമ്മളെ കാണുന്നത് പോലെ നമ്മൾ നമ്മളെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ ഈ വരാൻ പോകുന്ന അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാരും പ്രവാചകന്മാരെന്ന് പറയുന്നവരും ഒക്കെ പണ്ട് കവി പറഞ്ഞതുപോലെയുള്ളൂ, ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, അത്രേ ഉള്ള കാര്യം. അതിൽ പലരും കുടുങ്ങിപ്പോകുന്നു, വീണുപോകുന്നു. നീ എത്ര വലിയ പ്രവാചകൻ എന്നെക്കുറിച്ച് എത്ര നന്മ പ്രവചിച്ചാലും, എന്നെ എത്രയും ഉയർത്താൻ പോകുന്നെന്ന് വാഗ്ദത്തം തന്നാലും, ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, സത്യത്തിൽ ദൈവം ഇങ്ങനെ എന്നോട് പറയത്തക്കതുപോലെ ഞാൻ കൊള്ളാവുന്ന പുള്ളിയാണോ? എന്റെ പരാജയങ്ങൾ ഇന്നതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും തമ്പുരാൻ കണ്ടില്ലേ? ഞാൻ എന്നെ വിലയിരുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ആ നിലയിൽ നമ്മൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധാത്മ സഹായത്തോടെ ദൈവം നമ്മെ കാണുന്നത് പോലെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ ഒന്നും ചെയ്യാൻ ഒക്കാത്ത സമയത്തെ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടുപോകും. മറ്റൊന്നും ഇല്ലെന്ന് കരുതുന്നു. ശരി, വേറൊന്നും ഇല്ല എങ്കിൽ 9-ാമത്തെ വാക്യം നമുക്കൊന്നും കൂടെ വായിക്കാം. Revelation 19:9. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. 2 കാര്യങ്ങൾ നാം അവിടെ കാണുന്നു. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ക്ഷണിതാക്കളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ഷണിക്കപ്പെട്ടവരായിരുന്നു ആ വിരുന്നുശാലയിൽ വന്നവരല്ല. പക്ഷെ ഒരുത്തന് ക്ഷണിക്കപ്പെട്ടിട്ടും വസ്ത്രം ധരിക്കാൻ മറന്നുപോയി. അപ്പൊ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഭാഗ്യവാന്മാരാണ്. വെറും ക്ഷണിതാവായാൽ മാത്രം പോരാ, ഈ വസ്ത്രമില്ലാഞ്ഞതിന്, കല്യാണ വസ്ത്രം, വെറും വസ്ത്രം ഇല്ലാഞ്ഞതിനല്ല, കല്യാണ വസ്ത്രമില്ലാഞ്ഞതിന് വിരുന്നുശാലയിൽ നിന്നും പുറത്താക്കപ്പെട്ട മനുഷ്യനെ പോലെ ക്ഷണിക്കപ്പെട്ടവരും പലരും വരാതിരിക്കും. അപ്പൊ ക്ഷണമില്ലായികയല്ല വിവാഹത്തിൽ പങ്കെടുക്കാതിരിക്കുവാൻ കാരണം. മനസ്സിലായോ? ഇൻവിറ്റേഷൻ or calling is for all. It is not restricted to anyone, to any group. ആർക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഈ വിളി അഥവാ ക്ഷണം പരിമിതപ്പെടുന്നില്ല, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ
ഈ വിളി കേൾക്കുന്ന എല്ലാവരും വിളി തിരിച്ചറിയുന്നില്ല, പ്രതികരിക്കുന്നില്ല. The call is for all. കർത്താവ് പറഞ്ഞത് സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുന്നു. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും. സകല സൃഷ്ടി എന്നവിടെ പറഞ്ഞത് കല്ലും മണ്ണും പാമ്പും ചേമ്പും ഒന്നുമല്ല, മനുഷ്യർ എന്നർത്ഥത്തില്ല. സകല മനുഷ്യരോടും. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ ക്ഷണം എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ടാ മത്തായി 22:14 പറഞ്ഞത് ക്ഷണിക്കപ്പെട്ടവർ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടവർ അനേകർ. അതിന്റെ മറ്റൊരർത്ഥം ക്ഷണിക്കപ്പെട്ടവർ അനേകർ. നമ്മളെ വിളിക്കുന്ന എല്ലാ കല്യാണത്തിനും ഒന്നും പോകാറില്ലല്ലോ. ചിലപ്പോൾ പോകാൻ ഒക്കാറില്ല, ചിലപ്പോൾ ഒത്താലും നമ്മൾ എല്ലാത്തിനും പോകുന്നില്ല. യോഗങ്ങൾ നടക്കുന്നു, നമ്മളെ ക്ഷണിക്കാറുണ്ട്, എല്ലാറ്റിനും നമ്മൾ പോകത്തില്ല. സുവിശേഷം എല്ലാവർക്കും വേണ്ടിയാ, പക്ഷേ എല്ലാവരും ആ വിളിയെ തിരിച്ചറിയുന്നില്ല. ഞാൻ വിളിക്കപ്പെട്ടു, എന്നെ ദൈവം വിളിച്ചു എന്ന് തിരിച്ചറിയുന്നില്ല, പ്രതികരിക്കുന്നില്ല. എന്ന് വെച്ചാൽ റെസ്പോണ്ടിങ് ഇൻ ഒബീഡിയൻസ്, അനുസരണത്തോടുകൂടെയുള്ള പ്രതികരണവും പലർക്കും ഇല്ല. പലർക്കില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഉള്ളതാണെങ്കിലും മറ്റു ചിലര് വിശ്വസിച്ച് അകത്തു വരുന്നെങ്കിലും എന്ത് സംഭവിക്കുന്നില്ല? സുവിശേഷത്തോട് സമ്പൂർണമായ വിധേയത്വം കാണിക്കുന്നില്ല. Many people believe and they come in. They believe and they come in, but not loyal fully to the message or the commands of the gospel, or they are not loyal to the demands of the gospel. ഒത്തിരി പേര് സുവിശേഷം കേട്ടകത്തു വരുന്നുണ്ട്, പക്ഷേ എന്തില്ല? സുവിശേഷത്തിന്റെ ഡിമാൻഡ് പൂർത്തീകരിക്കുവാൻ അവർ തയ്യാറല്ല. സ്തോത്രം. പൂർണ്ണ അനുസരണമില്ല. ആത്മീയരാകുന്നില്ല, ജഡീകരായിട്ട് തന്നെ തുടരുന്നു. Many people come in, but they are not willing to be spiritual, but they remain carnal. They continue to be fleshly people, rather soulish people, not spiritual people. ഒത്തിരി പേര് സുവിശേഷം കേട്ടു വിശ്വസിച്ചകത്തു വരുന്നുണ്ട്, സ്നാനമേൽക്കുന്നുണ്ട്, പക്ഷേ അവർ ആത്മീയരായിട്ട് വളരുന്നില്ല. അവർ ജഡീകരായിട്ട് തന്നെ സഭയിലിരിക്കുന്നതേ ഉള്ളൂ. ജഡീകരായിട്ട് അവരിപ്പോഴും ജീവിക്കുന്നത് പ്രാണനിലാണ്. വികാരങ്ങൾക്ക്, മോഹങ്ങൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പലരുടെയും ശുശ്രൂഷകളും ആത്മാവിനെ പരിചരിക്കുന്ന ശുശ്രൂഷകളല്ല, ജഡത്തെ, സോൾ, പ്രാണനെ അല്ലെങ്കിൽ ദേഹിയെ പരിചരിക്കുന്ന ശുശ്രൂഷകൾ. അതും ഏത് ദേഹിയെ? ദ ഫോളൻ ദേഹി, the fallen, the perverted, the polluted.
flesh or the soul. വീഴ്ച ഭവിച്ചു പോയ, വഷളായി പോയ ദേഹിയെയാണ് നമ്മുടെ സഭകളിലും നല്ല ശതമാനവും ശുശ്രൂഷിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഈ ബൈബിൾ ക്ലാസ് ഗ്രൂപ്പിൽ എല്ലാവരും ഇതിനോട് യോജിച്ചേക്കും. ഏതാണ്ടൊക്കെ എല്ലാവരും ഈ ആശയത്തോട് യോജിക്കുന്നവരാണ്. ആത്മീയരാകണമെന്നുള്ള താല്പര്യത്തോടെയാണ് സംബന്ധിക്കുന്നത്. ഇന്ന് ഞാൻ കേട്ട ഒരു വർത്തമാനം, ഒരു പാസ്റ്ററിനെ കുറിച്ച്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള സംഭാഷണം. ഈ പാസ്റ്റർ ഒരു പുതിയ ആളാണ്. ഈ രണ്ട് കുടുംബങ്ങൾക്കും ഇദ്ദേഹം പുതിയതാണ്. പക്ഷെ ആ രണ്ട് കുടുംബങ്ങൾ ദീർഘവർഷങ്ങളായിട്ട് പരിചയമുള്ളവരാണ്. ഒരു സഭയിലായിരുന്നവരാണ്. അതിൽ ഒരു കുടുംബം മറ്റേ കുടുംബത്തോട് പറയുകയാണ്, ഇന്നടത്തൊരു പാസ്റ്റർ ഉണ്ട്, നല്ല പാസ്റ്ററാണ്, നല്ല ശുശ്രൂഷയാണ്. ഇവർക്ക് പൊതുവായിട്ട് അറിയാവുന്ന മറ്റൊരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞു, ആ പാസ്റ്ററെ പോലെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ. ഞങ്ങളിപ്പം അവിടെ പോകാൻ പോവുക, നിങ്ങളും കൂടെ വരുന്നെങ്കിൽ വാ. അവർ രണ്ടു കൂട്ടരും തമ്മിൽ സംസാരം. അപ്പോഴ് ഈ രണ്ടാമത്തെ കുടുംബം വിചാരിച്ചു, ഇന്നയാളിനെ പോലെ നല്ല ആത്മീയ ശുശ്രൂഷയുള്ള ഒരു പാസ്റ്ററാണ് ഇവർ ഈ പരിചയപ്പെടുത്തിയ പാസ്റ്റർ എങ്കിൽ ഈ പരിചയപ്പെടുത്തിയ കുടുംബം അവിടെ പോകാൻ സാധ്യതയില്ലല്ലോ. മനസ്സിലായോ? അപ്പം കാരണം ഈ പരിചയപ്പെടുത്തിയ കുടുംബത്തിന് ഈ ആത്മീയ ശുശ്രൂഷ ഇഷ്ടമല്ല. അവര് ഈ ദേഹിയുടെ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാ. ആത്മാവിന്റെ തലത്തിലേക്ക് അവർ വന്നിട്ടില്ല. ദീർഘവർഷങ്ങൾ ഈ രണ്ടു കൂട്ടരും ഒരു സഭയിൽ തന്നെ ആയിരുന്നത് കൊണ്ട് ഈ രണ്ടാമത്തെ കുടുംബത്തിന് ആദ്യം പറഞ്ഞ കുടുംബത്തെ അറിയാം. അവര് ചിന്തിച്ചതാ, അങ്ങനെയാണെങ്കിൽ ഇവർ ഈ പറയുന്നത് ഒന്നുകിൽ ഈ വ്യക്തി മാനസാന്തരപ്പെട്ട് കാണും, അല്ലെങ്കിൽ ഇവർ പരിചയപ്പെടുത്തുന്ന ഉപദേശി ഇവർ പറയുന്നത് പോലെ നല്ല ഉപദേശി ആയിരിക്കത്തില്ല. കാര്യം മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞതിന്റെ സാരം, ധാരാളം പേര് സഭകളിൽ പോകുന്നത് ആത്മാവിനെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അല്ല. പിന്നെ അവർക്ക് എന്തിന് തീറ്റ കിട്ടിയാൽ മതി? ദേഹിക്ക്, അതുമല്ലെങ്കിൽ ഫ്ലഷ്, ജഡത്തിന്, ശരീരത്തിനല്ല ജഡത്തിന്. ഈ ജഡമെന്ന് പറയുന്നതാണ് വീഴ്ച ഭവിച്ച വഷളായി പോയ ദേഹി. അതിന്റെ മറ്റൊരു രൂപമാണ് ഈ ജഡം. ഇന്ന് നമ്മുടെ ഇടയിൽ നടക്കുന്ന, കൃത്യശതമാനം ഒന്നും പറയാൻ എനിക്കറിയത്തില്ല, ഒക്കത്തുമില്ല, എന്നാൽ ഭൂരിപക്ഷം ശുശ്രൂഷകളും majority of the ministries, whether preachings, Bible classes, Bible interpretations, songs, prophecies, whatever it be, എല്ലാത്തരം ശുശ്രൂഷകളെയും എടുത്തോളൂ. ഭൂരിപക്ഷം ശുശ്രൂഷകളും ആത്മാവിനുള്ളതാണോ അതോ ജഡത്തിനുള്ളതാണോ?
ജഡം. എന്റെ അസസ്മെന്റിൽ ജഡത്തിനുള്ളതാണ്. അതിലാണ് ആൾക്കാർക്ക് സന്തോഷം. അതിലാണ് സന്തോഷം. അപ്പൊ പറഞ്ഞു വന്നത്, കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിന്റെ കല്യാണത്തിനായിട്ട് ക്ഷണിക്കപ്പെട്ടവർ ധാരാളമുണ്ട്. പൊതുവെ ഇപ്പോഴത്തെ സ്ഥിതി പറയുകയാണ്, അല്ലാതെ ക്ഷണിതാക്കൾ ആരൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാ. അതുകൊണ്ട് അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ സുവിശേഷത്താലുള്ള ക്ഷണം സകല മനുഷ്യർക്കും ഉണ്ട്. ആ ക്ഷണം കിട്ടിയാൽ തന്നെ ഭാഗ്യമുള്ളവരാണ്. അതെല്ലാവർക്കും ഉണ്ട് താനും. ആരെയും ഒഴിച്ചു നിർത്തിയിട്ടില്ല. പക്ഷെ എല്ലാവരും അനുസരണഭാവത്തോടെ അതിന് വിധേയപ്പെടുന്നില്ല. മത്തായി 22 നമ്മൾ കണ്ടതുപോലെ നേരത്തെ തന്നെ ക്ഷണിക്കപ്പെട്ട ചിലര് കല്യാണം കഴിച്ചു, ചിലര് ബിസിനസ്സിന് പോയി, നിലം നോക്കാൻ പോയി, ചിലരെ കാളെ മേടിക്കാൻ പോയി. ഇങ്ങനെ പല കാര്യങ്ങളിലും ഓർത്തു നോക്കിക്കേ, ഇവര് പോയ എന്തെങ്കിലും കാര്യം പാപമായിരുന്നോ? ഇതിലേതൊക്കെ പാപമായിരുന്നു? ചിലർ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ ന്യൂലി മാരീഡാണ്, ഞങ്ങളൊരു ട്രിപ്പിന് പോവാം. നമ്മുടെ ഇന്നത്തെ ഭാഷ അങ്ങ് പറയുകയാണേ. ചിലത് കാളയെ മേടിക്കാൻ പോയി. കാളയ്ക്ക് പകരം ഇപ്പം വണ്ടി ആയിക്കോട്ടെ, അല്ലെ വീടായിക്കോട്ടെ. ഇന്നിപ്പം ആരും നമ്മൾ കാളയെ മേടിക്കാൻ പോകുന്നില്ലല്ലോ. ഇവര് പോയ ഇതിലേതൊക്കെ കാര്യങ്ങൾ പാപമായിരുന്നു? ഇതൊന്നും പാപമല്ല, പക്ഷെ ക്ഷണം വേണ്ട പോലെ സ്വീകരിച്ചില്ലെന്നുള്ളതല്ലേ? അതാണ് നാം കുറിക്കൊള്ളേണ്ട ഒരു കാര്യം. All these were sinless necessities of this present life. ഇവരെല്ലാവരും, ആദ്യം ക്ഷണിക്കപ്പെട്ട ഇവരെല്ലാവരും ഏർപ്പെട്ട വിഷയങ്ങൾ ഒന്നുമേ പാപമല്ലായിരുന്നു. കല്യാണം കഴിച്ചത് പാപമല്ല, കാളെ മേടിച്ചത് പാപമല്ല, നിലം, വസ്തു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ്, അതും ബിസിനസിന് വേണ്ടിയല്ല, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാ ചെയ്തത്. ഇതൊന്നും പാപമല്ല. None of these things was prohibited things. ഇതിലൊന്നും വിലക്കപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷേ അവയെല്ലാം പാപമല്ലാതിരുന്നിട്ടും വിലക്കപ്പെടാത്തതായിരുന്നിട്ടും രാജാവിന്റെ മകന്റെ വിവാഹത്തിൽ സംബന്ധിക്കാൻ, വിരുന്നിൽ പങ്കെടുക്കാൻ, രാജാവിനോടുകൂടെ രാജാവിന്റെ സന്തോഷത്തിൽ പ്രവേശിക്കുവാൻ തടസ്സമായി. അത് വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. അത് ഭയപ്പെടുത്തുന്ന കാര്യം. പാപം ചെയ്തിട്ടായിരുന്നെങ്കിൽ സമ്മതിക്കായിരുന്നു. സ്തോത്രം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഇതിനോട് കോർത്തിണക്കിക്കോട്ടെ. You may be remembering the opposite of holy. വിശുദ്ധം അല്ലെങ്കിൽ വിശുദ്ധി എന്നതിന്റെ വിപരീതം ഓർക്കുന്നുണ്ടായിരിക്കും. കോമൺ. ഓക്കെ, റൂഫസ്.
കോമൺ, സാധാരണം അഥവാ സാമാന്യം. കണ്ടോ, വിശുദ്ധം ആയതിന്റെ വിപരീതം സാമാന്യം അല്ലെങ്കിൽ സാധാരണം ആയത് എങ്ങനെയാണാകുന്നതെന്ന്. സ്തോത്രം. നിത്യത നഷ്ടപ്പെടാൻ നാം പാപം ചെയ്യണമെന്ന് പോലും ഇല്ലത്രേ. പേടി വരുത്തുന്ന കാര്യ. സ്തോത്രം. ദൈവീകമായതിനേക്കാൾ മാനുഷികമായതിന് പ്രാധാന്യം കൊടുത്തു. ഇവിടെയാണ് പ്രയോറിറ്റി, പ്രാഥമികതയുടെ വിഷയം. നിത്യമായതിനേക്കാൾ താൽക്കാലികമായതിനെ വലുതായി കണ്ടു. ദൈവത്തിന്റെ വിഷയത്തെക്കാൾ എന്റെ വിഷയത്തിന് ഞാൻ ഊന്നൽ നൽകി. സ്തോത്രം. മനസ്സിലായോ? വാട്ട് വാസ് their sin? They considered temporal more important than the eternal. Physical than the heavenly. Material than the spiritual. On things above God's things. Selfish matters over divine matters. മനസ്സിലായോ കാര്യങ്ങൾ? പാപമല്ലാത്തതും നിത്യതയ്ക്ക് തടസ്സമായത് ഇങ്ങനെയാണ്. ദൈവത്തിന്റെ കാര്യം നോക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കാര്യം നോക്കി. നിത്യതയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം താൽക്കാലികമായതിന് പ്രാധാന്യം നൽകി. സ്തോത്രം. സ്വർഗീയമായവയേക്കാൾ ഭൗതികത്തിന് ഞാൻ പ്രാധാന്യം നൽകി. സ്തോത്രം. ഇൻവിസിബിൾ, കാണാത്തതിനേക്കാൾ ഞാൻ വിസിബിൾ ആയിട്ടുള്ള ദൃശ്യമായ ലോകത്തിന് പ്രാധാന്യം നൽകി. കണ്ടോ എന്റെ പാപം? ഇവിടെയാണ് വീണ്ടും അപ്പോസ്തലൻ പൗലോസിന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ 7-8 വാക്യങ്ങളിൽ നമുക്കറിയാം, എനിക്ക് ലാഭമായിരുന്നത് ക്രിസ്തു നിമിത്തം ഞാൻ ചെയ്തമെന്നെണ്ണി. എനിക്ക് പാപമായതല്ല, ലാഭമായത്. What Paul the apostle denounced in Philippians 3:7-8. They were not sinful in themselves. പൗലോസ്ലീഹ വിടക്കെന്നെണ്ണിയത്, വേണ്ടെന്ന് വെച്ചത്, ഉപേക്ഷിച്ചത്, സ്തോത്രം, പാപമായതല്ലായിരുന്നു. ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ലഭിച്ചപ്പോൾ പാപമല്ലാത്ത ലാഭമായിരുന്നതും പാപം പോലെ തന്നെ കളയേണ്ടതാണെന്ന് താൻ തിരിച്ചറിഞ്ഞു. സ്തോത്രം. These things were better.
These things were better. നമ്മൾ പണ്ട് വായിച്ചിട്ടുള്ള ഒരു വാക്യം ഇതിനോട് ചേർത്ത് വെക്കുന്നത് നന്നായിരിക്കും. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ദൈവത്തിന്റെ മുമ്പിൽ അറപ്പാകുന്നു, മനുഷ്യന്റെ മുമ്പിൽ ശ്രേഷ്ഠം. സ്തോത്രം. ലൂക്ക് 16:15. ലൂക്കോസ് 16:15 എന്റെ ഓർമ്മ. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് മുമ്പാകെ അറപ്പത്രേ. അറപ്പത്രേ. In English, the last part of that verse. That which is highly esteemed amongst men is abomination in the sight of God. Praise God. Highly esteemed among men. They are not sinful, but God considers them abomination. സ്തോത്രം. abomination. മനുഷ്യരുടെ മുമ്പിൽ ശ്രേഷ്ഠമാണ്, ഉന്നതമാണ്. പക്ഷേ അതെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ ശ്രേഷ്ഠവും ഉന്നതവുമാകണമെന്നില്ല. ഇച്ചിരി വില കുറഞ്ഞതാണെന്നല്ല, അത് ദൈവത്തിന് അറപ്പാണ്, അബോമിനേഷനാണ്. ദൈവം ഹെയ്റ്റ് ചെയ്യുന്നതാണ്, വെറുക്കുന്നതാണ്. സ്തോത്രം. വളരെ സൂക്ഷിക്കുക. പാപമല്ലാത്തതും നമുക്ക് ദൈവത്തോടു കൂടെയുള്ള നിത്യതയുടെ പ്രവേശനത്തിന് തടസ്സമാകാം. സ്തോത്രം. അപ്പൊ ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണെങ്കിൽ ആ ക്ഷണം കൈക്കൊണ്ടവർ. സ്തോത്രം. ഇവിടുത്തെ ക്ഷണിക്കപ്പെട്ടവരുടെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ആവർത്തിക്കുകയല്ല. ഇതിന്റെ പൊതുവായ ഒരർത്ഥം ഞാൻ പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല. എങ്കിൽ നാം അവിടെ കാണുന്നു 9-ാമത്തെ വാക്യത്തിൽ തിരികെ നമ്മൾ വരുന്നു. വെളിപ്പാട് 19:9 19:9. അവിടെ നമ്മൾ വീണ്ടും കാണുന്നു, എഴുതുക, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക. അപ്പം ക്ഷണിക്കപ്പെട്ടവരെ 2 തട്ടായിട്ട് നമ്മൾ തിരിച്ചു. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ക്ഷണിക്കപ്പെട്ടവരുണ്ട്, ദൈവത്തിന്റെ വചനം കേട്ടവരെല്ലാവരും തന്നെ, മാനസാന്തരപ്പെടാൻ കൽപ്പന ലഭിച്ചവരെല്ലാവരും തന്നെ. പക്ഷേ അത് കേട്ടത് കൊണ്ടോ ക്ഷണം കിട്ടിയത് കൊണ്ടോ മാത്രം അവർ ഭാഗ്യവാന്മാരാകുന്നില്ല. ആ ഭാഗ്യത്തിലേക്ക് പ്രവേശിക്കണോ വേണ്ടായോ എന്ന് ക്ഷണം കിട്ടിയവർക്ക് തീരുമാനിക്കാം. ഇന്നും ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ആ ക്ഷണം നിരസിച്ചവരുണ്ടെങ്കിൽ നിങ്ങളോട് ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി നിന്നുകൊണ്ട് പറയട്ടെ, അയ്യോ നിരസിക്കല്ലേ, ആ ക്ഷണം നിങ്ങൾ സ്വീകരിക്കണേ. യേശുവിൽ വിശ്വസിച്ച് പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെട്ട് രക്ഷാനുഭവത്തിലേക്ക് വരണേ. ഈ ക്ഷണം നിങ്ങൾ കൈക്കൊള്ളണേ. രണ്ടാമത്തെ കൂട്ടർ, അന്ന് ഈ ക്ഷണിതാക്കൾ എന്ന് പറയുന്നത് ആ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുന്നവരാണ്. അവരെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, ആവർത്തിക്കുന്നില്ല.
പിന്നെ പറയുന്നത് ഭാഗ്യവാന്മാരാണെന്ന് എഴുതുക എന്നാണ്. In Revelation, repeatedly we see this particular phrase. എന്താ പറയുന്നത്? റൈറ്റ്. സ്തോത്രം. എഴുതുക, എഴുതുക എന്ന് ആവർത്തിച്ച് നാം കാണുന്നു. റൈറ്റ് ഡൗൺ. അത് തുടങ്ങുന്നത് 1:19 It starts from 1:19. അവിടെ യോഹന്നാനോട് കർത്താവ് പറയുന്നു, എന്റെ കയ്യിൽ നീ കണ്ട നക്ഷത്രത്തിന്റെ മർമ്മം, നീ കണ്ട നിലവിളക്കിന്റെ മർമ്മം എഴുതുക, എഴുതുക. ഒന്നാമത്തെ അധ്യായത്തിൽ ഒന്നിലധികം പ്രാവശ്യം നാം അത് കാണുന്നുണ്ട്. അത് തുടക്കത്തിൽ തന്നെ മലയാളത്തിൽ 11ാമത്തെ വാക്യത്തിൽ നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി അവിടെ തുടങ്ങുന്നു. അപ്പം 1ാം അധ്യായത്തിന്റെ 11 മുതൽ, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും മാറിയേക്കാം, മലയാളത്തിൽ 11ാം വാക്യം. അവിടം മുതൽക്ക് യോഹന്നാന് കർത്താവ് കൊടുക്കുന്ന കൽപ്പനയാണ് എഴുതുക. ഒത്തിരി വാക്യങ്ങളിലുണ്ട്. 1:11, 1:19, 1:11, 1:19, 2:1, 2:8 എന്ന് വെച്ചാൽ 7 സഭകളോടുള്ള ബന്ധത്തിലും പറയുന്നുണ്ട് നീ എഴുതുക. അതുപോലെ 14:13 14:13 എഴുതുക. അപ്പൊ പല ആവർത്തി കർത്താവ് കൽപ്പന കൊടുക്കുകയാണ് എഴുതുക. അതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് പ്രസംഗകർ പറയാറുള്ളത്, സീനായി മലയിലെ ഇടിമുഴക്കത്തോടുകൂടെ എഴുതി തുടങ്ങിയതും പത്മോസ് ദ്വീപിലെ ഇടിമുഴക്കത്തോടുകൂടെ എഴുതി തീർത്തതുമായ എന്നൊക്കെ. അപ്പോൾ ഇവിടെ എഴുതുക എന്ന് പറഞ്ഞത് എഴുതി റെക്കോർഡായിട്ട് സഭകൾക്ക് കൈമാറുക എന്ന അർത്ഥം തന്നെയാണ്. എഴുതി. എന്നിട്ട് ഇത് ദൈവത്തിന്റെ സത്യവചനം. സ്തോത്രം. ഇത് ദൈവത്തിന്റെ സത്യവചനം. നാം അത് ഇവിടെ കാണുന്നു. സ്തോത്രം. ട്രൂ സേയിങ്സ് ഓഫ് ഗാഡ്. ഇത് സത്യവചനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ദൈവവചനത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം ഓർമ്മയുണ്ടോ? The Bible is inspired, inerrant. മറന്നുപോയാൽ ഒന്ന് ഓർമ്മപ്പെടുത്തുക. ദൈവശ്വാസ്യമായത്, നശിച്ചു പോകാത്തത്, ഇമ്മ്യൂട്ടബിൾ. 3 പര്യാപ്തം, സഫിഷ്യന്റ് ഫോർ അവർ സാൽവേഷൻ, തെറ്റിക്കൂടാത്തത്, ഇന്നറന്റ്, തെറ്റിക്കൂടാത്തത്, അനുസരിക്കാൻ പര്യാപ്തമായത്, പര്യാപ്തമായത്. സ്തോത്രം. നാം അനുസരിക്കേണ്ടത് അല്ലെങ്കിൽ ആധികാരികമായത്. സ്തോത്രം. അതോറിറ്റേറ്റീവ്. സ്തോത്രം. കൃത്യതയാർന്നത്, ആക്യുറേറ്റ്. സ്തോത്രം. മാറ്റമില്ലാത്തത്, ഇൻഫാലിബിൾ ആയിട്ടുള്ള ദൈവവചനം ആണ്. So we believe that the Bible is the inspired, immutable, infallible, inerrant, authoritative, accurate, and sufficient Word of God
for our salvation. 7 കാര്യങ്ങളാണ് നമ്മളത് പറയാറുള്ളത്. സ്തോത്രം. എല്ലാവർക്കും കിട്ടിയല്ലോ. സത്യവചനം, വിശ്വസനീയമായത്, തെറ്റിക്കൂടാത്തത്, അപ്രമാദിത്വമുള്ളത്. സ്തോത്രം. ആധികാരികമായത്, കൃത്യമായത്. സ്തോത്രം. അതാണ് ഒട്ടും കലർപ്പില്ലാത്ത. സ്തോത്രം. അഡൽറ്ററേറ്റ് ചെയ്യാത്തത്. സ്തോത്രം. നോ അഡൽറ്ററേഷൻ, നോ ഓൾട്ടറേഷൻ. മാറ്റമൊന്നുമില്ല. അങ്ങനെയുള്ള വചനമാണിത്. സ്തോത്രം. എന്ന് വെച്ചാൽ കുഞ്ഞാടിന്റെ കല്യാണം ഉണ്ടെന്ന്, കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നുവെന്ന്, ഒരുക്കണമെന്ന്, അവളുടെ ഒരുക്കത്തിന് അല്ലെങ്കിൽ അവളുടെ വിശുദ്ധ ജീവിതത്തിന് പ്രതിഫലമുണ്ടെന്ന്, ക്ഷണിതാക്കള് പോലും ഭാഗ്യവാന്മാരാണെന്ന്. വിശ്വസനീയമായ വചനമാണ്, സത്യവചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. സത്യമായതുകൊണ്ടാണ് ഇത് വേഗത്തിൽ സംഭവിപ്പാൻ ഉള്ളതായിരിക്കുന്നത്. സ്തോത്രം. വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. മലയാളത്തിൽ 1-ാമത്തെ വാക്യത്തിലാണ് വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. സ്തോത്രം. 1-ാമത്തെ വാക്യത്തിലാണ്. അതുപോലെ തന്നെ 22-ാമത്തെ വാക്യം. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. സ്തോത്രം. വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു. അതുപോലെ തന്നെ 21-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലുമുണ്ട്, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. സ്തോത്രം. അപ്പോൾ ഈ സത്യവചനം വിശ്വസിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. നമ്മുടെ ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്നതല്ലെങ്കിലും വിശ്വാസത്തിന്റെ കൈക്കുമ്പിൾ ഏറ്റുവാങ്ങുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം. കാനമച്ചൻ പറയാറുണ്ടായിരുന്നു, നമ്മുടെ ബുദ്ധി വലുതായത് കൊണ്ടല്ല, ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതാണ് ദൈവവും ദൈവത്തിന്റെ വചനവുമൊക്കെ. അതുകൊണ്ടാണ് ബുദ്ധിയുടെ പാത്രത്തിനകത്തേക്ക് ദൈവത്തെ ഇറക്കി നിർത്താൻ വേണ്ടി യുക്തിവാദികൾ ശ്രമിച്ചിട്ട് സാധിക്കാതെ വന്നപ്പോൾ ദൈവമില്ലെന്നവരങ്ങ് പ്രഖ്യാപിച്ചത്. എന്നാൽ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതിനെ വിശ്വാസത്തിന്റെ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് ഈ സത്യവചനം നമുക്ക് വിശ്വസിച്ച് വേഗത്തിൽ സംഭവിപ്പാനിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ വരവിനായിട്ട് അല്ല, കുഞ്ഞാടിന്റെ കല്യാണത്തിനായി പട്ടമഹിഷിയായി തീരുവാൻ നമുക്ക് ഒരുങ്ങാം, നമ്മെ തന്നെ ഒരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.